ഡിമെൻഷ്യ കാലുകളിൽ നിന്ന് ആരംഭിക്കുന്നു. കേൾക്കുമ്പോൾ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയേക്കാം അല്ലേ? കാരണം നമ്മളുടെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് വെച്ചാൽ ഡിമെൻഷ്യ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു കണ്ടീഷനാണെന്നാണ്. അപ്പോൾ എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു റീസൺ? ഈയിടെ നമ്മുടെ ബാംഗ്ലൂർ എയിംസിലെ ഒരു ന്യൂറോ സർജൻ ഡോക്ടർ അരുൺ നായിക് റിലീസ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അപ്പോൾ കാലിൻ്റെ മൂവ്മെൻറ്റ്സ്, നടത്തത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ എത്രത്തോളം നടക്കുന്നു അത്രത്തോളം നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തിന് നല്ലതാണെന്നാണ് ഒരുപാട് റിസർച്ച് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. കാരണം നടത്തയെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി അല്ല, അതൊരു ഫുൾ ബ്രെയിൻ വർക്കൗട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിലെ മസിൽസ് മൂവ് ചെയ്യാണ്, കാലിലെ മസിൽസ് എക്സേർട്ട് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുകയും നമ്മുടെ ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് പോവുകയും ഓക്സിജൻ പോവുകയും അത് ബ്രെയിനിൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണ്. നടക്കുമ്പോൾ നമ്മളുടെ കാലിലെ മസിൽസ് എക്സേർട്ട് ചെയ്യും, അതൊരു തരം പ്രോട്ടീൻ റിലീസ് ചെയ്യുകയും ചെയ്യും. ആ ഒരു പ്രോട്ടീൻ BDNF എന്ന് പറയും. അത് നമ്മൾ തലച്ചോറിലെ ന്യൂറോൺസിൻ്റെ ഫങ്ഷനിങ്ങിനൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നടക്കാൻ പോയി നടന്നാലേ ചില കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ നമ്മൾ നടത്തയുടെ സ്പീഡ്, അല്ലെങ്കിൽ നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ ഒരു ചെറിയൊരു ബാലൻസ് കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചിലപ്പോൾ നമ്മളെ ബ്രെയിനിലുള്ള മറ്റു പല കണ്ടീഷൻസിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിലെ മറ്റു പല ഡിസീസ് കണ്ടീഷൻസിൻ്റെയൊക്കെ വാർണിംഗ് സൈൻസ് ആയിരിക്കാം. അതറിയണമെങ്കിലും നമുക്ക് നടന്നേ പറ്റൂ. അതുകൊണ്ട് കഴിയുന്നതും ദിവസം ഒരു 30 മിനിറ്റെങ്കിലും പുറത്തിറങ്ങി പറ്റുന്നുണ്ടെങ്കിൽ ഫിസിക്കലായിട്ട് ആക്റ്റീവ് ആവാൻ നോക്കുക, നടക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഒരു 50-55 വയസ്സ് കഴിഞ്ഞവർ നടത്ത ഒരു ഡെയിലി റൂട്ടീൻ ആക്കുന്നതാണ് നല്ലത്. ഈ പറഞ്ഞ കാരണങ്ങൾക്ക് കൊണ്ടാണ് ഡിമെൻഷ്യ കാലുകളിൽ നിന്ന് ആരംഭിക്കാം എന്ന് പറയുന്നത്. അതായത് നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ മസിൽസ് എത്രത്തോളം നമ്മുടെ ബ്രെയിൻ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നടത്ത ഒരു ഹാബിറ്റ് ആക്കൂ. അതൊരു മുതിർന്നവർക്ക് മാത്രമല്ല, ഏത് പ്രായത്തിലും എത്രത്തോളം നേരത്തെ നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചില റിസ്ക് ഫാക്ടേഴ്സൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താനും ഡിമെൻഷ്യയുടെ ഒരു കോഗ്നിറ്റീവ് ഡിക്ലൈൻ കുറേയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും.